ഡോക്ടർ മേരി ജോർജ്, നമുക്കറിയാം നവകേരള യാത്ര, ലോക കേരള സഭ UN-ൽ നിന്ന് നേരിട്ട് പുരസ്കാരം, ഇങ്ങനെയുള്ള PR വർക്കുകളൊക്കെ നടക്കട്ടെ, അതൊക്കെ സർക്കാരിന്റെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഈ അതിദരിദ്രമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം നാളെ വരുമ്പോൾ അതിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങൾ കൂടിയില്ലേ? ആ അപകടമാണ് നേരത്തെ തന്നെ രോഹിണി സൂചിപ്പിച്ചത്. അതായത് നമ്മൾ 5,94,000 പേർക്കാണ് AAY പദ്ധതി പ്രകാരം അരിയും ഗോതമ്പും മറ്റ് സൗകര്യങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞെങ്കിൽ ഇത്രയേറെ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ എന്തിനാണ്? അതായത് ഈ പറയപ്പെട്ട അരി, AAY പ്രകാരമുള്ള അരി എന്ന് പറയുന്നത് 3 രൂപയ്ക്കാണ് അരി 1 കിലോ കേന്ദ്രം നൽകുന്നത്, 2 രൂപയ്ക്കാണ് ഗോതമ്പ് കേന്ദ്രം നൽകുന്നത്. അങ്ങനെ വില കുറച്ച് നൽകുന്നത് ആ 3 രൂപ 2 രൂപ അത് പോക്കറ്റിൽ നിന്ന് കേരള സർക്കാർ തന്നെ എടുത്ത് ഫ്രീ ആയിട്ട് അവർക്കിത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ 5,94,000-ലധികം പേര്, അത്രയും പേർക്കുള്ള അരിയും ആഹാരവും സാധനങ്ങളും ഇനി കിട്ടുമോ? ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട്, അതായത് കാര്യക്ഷമമായിട്ടാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതെങ്കിൽ ഈ റിസോഴ്സ് ഇത് ആവശ്യമില്ലല്ലോ ഇനി അങ്ങോട്ട് അത്രയും കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ കേന്ദ്രവും അങ്ങനെ കാര്യക്ഷമത കാണിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും കിട്ടിയെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കണം. പിന്നെ എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് നേരത്തെ പറഞ്ഞല്ലോ UP-യിലെ കാര്യവും കേരളത്തിൻ്റെ കാര്യവും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, UP-യിൽ 80 ലോകസഭാ മണ്ഡലങ്ങളുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ 20 ഉള്ളൂ. കേരളത്തിൻ്റെ 4 ഇരട്ടി. അത് മാത്രമാണോ? ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 17% UP-യിലുള്ളത്. കേരളത്തിലോ വെറും 2.4% മാത്രം. അപ്പോൾ ആ കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ ഹെൽത്തും UP-യിലെ വിദ്യാഭ്യാസവും ഹെൽത്തും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അത് തന്നെയുമല്ല, നേരത്തെ ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ കേരളം രാജഭരണകാലം മുതലേ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിലാണ്. അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ഗവൺമെൻറ് അല്ല, സ്വകാര്യ മേഖല, ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ട്. ഇതൊക്കെ പക്ഷേ സെക്യുലറായിട്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവരും അവിടെ വരുന്നു, പഠിക്കുന്നു, അങ്ങനെ പോകുന്നു. അതല്ലാതെ നിങ്ങളൊന്ന് ആ ബജറ്റ് ആൻഡ് ബ്രീഫിൽ തന്നെ ഇന്റർ സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് മിസ്റ്റർ, നിങ്ങളതൊന്നെടുത്ത് നോക്ക്. കേരളം എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുന്നത്, ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, അതായത് ഓൾ ഇന്ത്യ ലെവലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് എഡ്യൂക്കേഷനും ഹെൽത്തിനും വേണ്ടി ചെലവഴിക്കുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ വരിക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് ശരിയാണെന്ന്. അപ്പോൾ ഇവിടെ സ്വകാര്യ മേഖലയാണ് ഈ 2 മേഖലയെയും താങ്ങി നിർത്തിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഗമയെടുക്കുന്നത് മുഴുവൻ എപ്പോഴും പുരപ്പുറത്ത് നിന്ന് പ്രസംഗിക്കുന്നത് ഗവൺമെൻറ്റാണ്. അയ്യോ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത്, കേരളം 1-ാം സ്ഥാനത്ത്. അത് ഗവൺമെൻറ്റിൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല. അത് LDF ഗവൺമെൻറ്റും ക്ലെയിം ചെയ്യേണ്ട, UDF ഗവൺമെൻറ്റും ക്ലെയിം ചെയ്യേണ്ട. അത് സത്യത്തിൽ സ്വകാര്യ മേഖല. പക്ഷേ ഈ സ്വകാര്യ മേഖലയുടെ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദരിദ്രന് അല്ലെങ്കിൽ നിങ്ങൾക്കോ എനിക്കോ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ കയറി ചെന്ന് ചികിത്സ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടാത്ത, അതായത് നിങ്ങൾ നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അഥവാ ഇപ്പോൾ ഈ കേരളം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ആരോഗ്യ മേഖല ഇത്ര രൂക്ഷമായ പ്രതിസന്ധി, അതായത് യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. അങ്ങനെ കിടക്കുന്ന ഒരു സിസ്റ്റം ഈ ഭരണകാലത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് പോലും കേരളം ഇതിനേക്കാൾ മെച്ചപ്പെട്ട് നിന്നിരുന്നു. കോവിഡ് ഡെത്തുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കുറവായിരുന്നു. 73,000-ലധികം ഡെത്തുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അറിയത്തില്ലെങ്കിൽ വെറുതെ ഇരുന്ന് ചിരിക്കണ്ട. വെറുതെ ഇരുന്ന് കൃത്യമായിട്ട് കള്ളമല്ല പറയുന്നത്, കൃത്യമായിട്ട് സത്യമാ പറയുന്നത്. ഇയാൾ 73,000 പേർക്ക് ഇവിടെ നിന്ന് അതിന്റെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച്, അതായത് കോവിഡ് ഡെത്ത് മരണം പെട്ട ലോകാരോഗ്യ സംഘടനയല്ല, നമ്മുടെ സുപ്രീം കോടതിയുടെ ഇത് വന്നതിന് ശേഷം
നമുക്ക് ഇവിടുന്ന് കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ ആളുകൾക്ക് 73,000 പേർക്കാണ് എക്സ്ഗ്രേഷ്യ കൊടുത്തത്. ഇതൊക്കെ കൃത്യമായ കണക്കുകളാണ്. കണക്കുകളില്ലാതെ വെറുതെ ചാനലിൽ വന്നിരുന്ന് ചപ്ലാച്ചി അടിച്ചിട്ട് പോകാൻ നോക്കരുത്, കയ്യടി മേടിക്കാനായിട്ട്. കൃത്യമായ കണക്കുകൾ ഇയാൾ പോയി ഇതൊക്കെ പഠിക്കണം, പഠിച്ചിട്ട് വന്ന് വേണം ചർച്ചയ്ക്ക് ഇരിക്കാനായിട്ട്. അതല്ലാതെ ഇത് കൃത്യമായിട്ട് ഞാൻ ലോകാരോഗ്യ സംഘടന അംഗീകാരം കൊടുത്ത ആരോഗ്യ വകുപ്പാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളടക്കം ഇത്രയധികം വികസിച്ച കാലഘട്ടം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മാത്രമേ വിളിച്ചങ്ങ് പറയാം. ശരി.